നമ്മളിന്ന് ബീഫ് കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച 3 സവാള ചേർക്കുക. നന്നായിട്ട് വഴറ്റണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റാൻ. ഫ്ലെയിം ഏറിപ്പോയാൽ പെട്ടെന്ന് കുക്കാവും, പക്ഷെ അത് കട്ട്ലറ്റ് ഷേപ്പ് വരുത്തുമ്പോൾ അത് ഉടഞ്ഞു പോകും. ഉള്ളി വാട്ടുന്നതിന് മുന്നേ നമ്മൾ ചെയ്ത് വെക്കേണ്ട 2 കാര്യമുണ്ട്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിലൊന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെക്കലാണ്. ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് വേവിച്ച് വെക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള ബീഫ് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് ഉടച്ച് വെക്കണം. അപ്പോൾ ഉള്ളി വാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർക്കുക. അതിൻ്റെ പച്ചവാസന മാറുന്നത് വരെ ഇളക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കണമെന്നില്ല, അത് ചെറുതായി അരിഞ്ഞ് ചേർത്താലും മതി. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പും ഓരോരുത്തർക്ക് അനുസരിച്ച് ചേർത്താൽ മതി. ചിലർക്ക് ഉപ്പ് കൂടുതലായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറവായിരിക്കും, അതിനനുസരിച്ച് ചേർക്കുക. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ച മല്ലിയില ചേർക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കുക. മല്ലിയുടെ നല്ല വാസനയുണ്ട്. എടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർക്കുക. നന്നായി യോജിപ്പിക്കണം. എല്ലാം മിക്സായി ഉരുട്ടിയെടുക്കാൻ പാകത്തിലാകുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കണം. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂണോളം ചേർത്താൽ മതിയാവും. കുരുമുളക് പൊടി ചേർക്കണം. ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മളത് ഷേപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ഉരുട്ടിയിട്ട് അത് ഷേപ്പ് ചെയ്യാൻ നമുക്കിതുപോലുള്ള മൂടികൾ പാത്രത്തിൻ്റെ ഏതെങ്കിലും അടപ്പ് വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഉള്ളൊരു ചെറിയൊരു മൂടി എടുത്തിട്ടുള്ളത്.
ആദ്യം മൂടിയിൽ എണ്ണ തടവണം, എന്നിട്ടാണ് ഇങ്ങനെ മസാല നിറക്കേണ്ടത്. എന്നാൽ അതിൽ നിന്ന് അടർന്ന് പോരുള്ളൂ. ഇതുപോലെ ഷേപ്പായിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി വെക്കണം. ഉണ്ടാക്കി വെച്ച ഓരോ കട്ട്ലറ്റും ആദ്യം മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി മാറ്റി വെക്കണം. ഇതുപോലെ ഓരോ കട്ട്ലറ്റും ചെയ്യണം. എല്ലാ കട്ട്ലറ്റുകളും ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്യണം. അതുപോലെ ഒരു വശം മൂക്കുമ്പോൾ മറുവശം തിരിച്ചിട്ട് കൊടുക്കാം. ശരിക്കും ഫ്രൈ ആവുന്നതിന് മുന്നേ മറിച്ചിടാൻ നോക്കരുത്, അപ്പോൾ ഉടഞ്ഞു പോവും. നന്നായി മൂത്തതിന് ശേഷം തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം കൂടിപ്പോയാൽ ബ്രെഡ് ക്രംസ് വേഗം കരിഞ്ഞു പോവും. ഒരു തവണ കൂടെ മറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മൊരിച്ചിൽ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.